ചാച്ചാജിയുടെ ജന്മദിനം, കുഞ്ഞുങ്ങൾക്കോ പുണ്യദിനം. കുഞ്ഞു മനസ്സിൽ തീരത്താൽ സ്വപ്നക്കുടിലുകൾ നെയ്തല്ലോ, സന്തോഷത്തിൻ അപ്പവിളിയ ചാച്ചാജിയുടെ ജന്മദിനം. കുഞ്ഞുങ്ങളുടെ ചങ്ങാതി, കുഞ്ഞു മനസ്സിൽ തരഞ്ഞി, സ്വാതന്ത്ര്യത്തിൽ പോരാളി, രാജ്യത്തിന്റെ ചാച്ചാജി. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. എന്നെ സ്നേഹിക്കുന്ന അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. ഇന്ന് നവംബർ 14 ലോകമെമ്പാടും ശിശുദിനമായി ആഘോഷിക്കുന്നു. കോവിഡ് എന്ന മഹാമാരിയെ എതിരേറ്റുകൊണ്ട് സാങ്കേതിക വിദ്യയിലൂടെ ശിശുദിനം ആഘോഷിക്കാൻ നമുക്ക് കഴിയട്ടെ. വീണ്ടും ഒരു ശിശുദിനം കൂടി വരവായി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നവംബർ 14. കുട്ടികളുടെ ഇഷ്ടചങ്ങാതിയായിരുന്നു നെഹ്റു. അതിനാലാണ് നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നു. ചാച്ചാജി എന്ന ഓമന പേരിലാണ് നെഹ്റു അറിയപ്പെടുന്നത്. ആഘോഷങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ചാച്ചാജി. ചാച്ചാജിയെ കുറിച്ച് പറയുമ്പോൾ കൂട്ടുകാർക്ക് ഓർമ്മയിലെത്തുന്ന ഒരു രൂപമുണ്ട്. തൊപ്പിയും നീണ്ട ചുബയും അതിൽ റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഒരാൾ. പൂക്കളെ സ്നേഹിക്കുന്ന ചാച്ചാജിയുടെ പ്രതീകമായി കൂട്ടുകാർ ശിശുദിനത്തിൽ റോസാപ്പൂ പരസ്പരം കൈമാറി അദ്ദേഹത്തെ ഓർക്കുന്നു. സന്തോഷത്തോടെ ജീവിക്കാനുള്ള കുട്ടികളുടെ അവകാശത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ശിശുദിനവും നാം ആഘോഷിക്കുന്നത്. എല്ലാ കുട്ടികളും സന്തോഷമുള്ളവരായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഞാൻ ശിശുദിനത്തെ കുറിച്ച് ഏതാനും വാക്കുകളാണ് പറയാൻ പോകുന്നത്. നവംബർ 14 നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനം ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണല്ലോ നവംബർ 14. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ആഗ്രഹിക്കുകയും ചെയ്യുന്ന അദ്ദേഹം കുട്ടികളുടെ നല്ല ഭാവിക്കായി ഒട്ടേറെ കാര്യങ്ങൾ നടപ്പാക്കി. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ പിറന്നാളാണ് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്. ശിശുദിനം ഓടിയണഞ്ഞല്ലോ, ചെടിയിൽ പൂക്കൾ വിരിഞ്ഞല്ലോ, കുഞ്ഞി കൈകൾ പൂക്കളുമായി കുട്ടികൾ വന്നു നിരന്നല്ലോ. ഇന്നാണല്ലോ നാടെങ്ങും ചാച്ചാജിയുടെ ജന്മദിനം. കുട്ടികൾ നമ്മുടെ പ്രിയതോഴൻ. ചാച്ചാജിയുടെ ജന്മദിനം നാടിനു നന്മ വരത്താനും സ്വാതന്ത്ര്യ കൊടിയേറ്റാനും ഗാന്ധിക്കൊപ്പം പോരാടി നമ്മുടെ സ്വന്തം ചാച്ചാജി. मेरा आदरणीय गुरुजनों और प्रिय मित्रों, आप सबको मेरा सादर प्रणाम। प्रतिवर्ष 14 नवंबर को बाल दिवस मनाया जाता है। श्री पंडित जवाहरलाल नेहरू को बच्चों से बहुत प्यार था। बच्चों की उन्होंने प्यार से चाचा नेहरू कहकर पुकारते थे। बच्चों को प्रति अपने प्यार को अमर बनाने के विचार उन्होंने अपना जन्म दिवस बच्चों को समर्पित कर दिया था। तभी से आज तक प्रतिवर्ष इस दिन विद्यालयों में विशेष समारोह होते हैं। लेकिन इस वर्ष कोरोना होने के कारण हम सब अपने घर में बैठकर पुस्तक पारायण, चित्र रचना और कविता पारायण करके इस बाल दिवस धूमधाम उमंग से मनाना चाहिए। आप सबके लिए मेरा धन्यवाद। आदरणीय गुरुजनों और प्रिय मित्रों, आप सबको मेरा सादर प्रणाम। प्रतिवर्ष 14 नवंबर को बाल दिवस मनाया जाता है। जवाहरलाल नेहरू को बच्चों से बच्चों की से चाचा नेहरू करते थे के पेड़ी अपने प्यार को आभार बढ़ाने के विद्या से उन्होंने अपना जन्मदिन को 15 से अभी तक दिवस इस दिन
विद्यालय में विशेष हमारे लोग होते हैं, लेकिन इस वर्ष कोरोना और एक दाने हम सब अपने करने देखकर चित्र ले दिया। वो कब्जा बारायन कईस वर्ल्ड दिवस दादा अब से दाना जाके हमारी वो आ सके लिए बेटा धन्यवाद ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണല്ലോ. ഈ ദിവസം നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായി ആചരിക്കുന്നത് കാരണം എന്താണെന്നാൽ അറിയണ്ടേ? ചാച്ചാജിക്ക് കുട്ടികളെ അത്രയ്ക്കിഷ്ടമായിരുന്നു. രാജ്യത്തെ കുട്ടികളുടെ ഭാവി രാജ്യത്തിൻ്റെ ഭാവി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ കാര്യങ്ങൾക്കും അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. കുട്ടികൾക്കൊപ്പം ഇടപെടാനും കുട്ടികൾക്ക് വേണ്ടി എഴുതാനും അദ്ദേഹം സമയം കണ്ടിരുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബാലവേല, കുട്ടികൾക്കെതിരായി ആക്രമണവും ഇല്ലാത്ത ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. ചാച്ചാജി ആഗ്രഹിച്ച പോലെ നമുക്കും പഠിച്ചു വളർന്ന് രാജ്യത്തിനു വേണ്ടി പ്രയത്നിക്കാം. ജയ് ഹിന്ദ്. Quotes of Jawaharlal Nehru. First, success belongs to those who act boldly without being afraid of consequences. Second, failure comes only when we forget our ideals and objectives and principles. 3. The children of today will make the India of tomorrow. The way we bring them up will determine the future of the country. Number 4. Time is not measured by the passing of years, but by what one does with what one feels and what one achieves. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പൊൻസുദിനം. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പൊൻസുദിനം. ഭാരതനാടിനഭിമാനം ചാച്ചാജിയുടെ ജന്മദിനം. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ഭാരതനാടിനഭിമാനം ചാച്ചാജിയുടെ ജന്മദിനം. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും വെള്ളയുടുപ്പും തൊപ്പിയുമായി വിരിമാറുന്നൊരു റോസാപ്പൂ ചാർത്തി വരുന്നു ചാച്ചാജി. ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും വെള്ളയുടുപ്പും തൊപ്പിയുമായി വിരിമാറുന്നൊരു റോസാപ്പൂ ചാർത്തി വരുന്നൊരു ചാച്ചാജി. നാടിന് നന്മ വരുത്താനും സ്വാതന്ത്ര്യക്കൊടി നാട്ടാനും ഗാന്ധിക്കൊപ്പം പോരാടി നമ്മുടെ സ്വന്തം ചാച്ചാജി. നാടിന് നന്മ വരുത്താനും സ്വാതന്ത്ര്യക്കൊടി നാട്ടാനും ഗാന്ധിക്കൊപ്പം പോരാടി നമ്മുടെ സ്വന്തം ചാച്ചാജി. ഭാരതനാടിനഭിമാനം ചാച്ചാജിയുടെ ജന്മദിനം. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ഭാരതനാടിനഭിമാനം ചാച്ചാജിയുടെ ജന്മദിനം. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പൊൻസുദിനം.
എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ശിശുദിനം ആഘോഷിക്കാനാണ്. എനിക്ക് അവസരമൊരുക്കി തന്ന പ്രധാന അധ്യാപകർക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ നേരുന്നു. ശിശുദിനം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുക റോസാപ്പൂ അണിഞ്ഞ ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രമാണ്. ജവഹർലാൽ നെഹ്റു ജനിച്ചത് നവംബർ 14, 1889 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ അദ്ദേഹം കുട്ടികൾക്കിടയിൽ വളരെയധികം ജനപ്രിയനാണ്. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാ നെഹ്റു എന്ന് വിളിച്ചിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി നമ്മൾ ആഘോഷിക്കുന്നത്. അദ്ദേഹം പ്രമുഖ നേതാവും മികച്ച സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി കഠിനമായ പോരാടിയ അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി 1447 പ്രതിജ്ഞ ചെയ്തു. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ലോകരാഷ്ട്രങ്ങളിൽ ഉന്നത നിലയിൽ എത്തിക്കാൻ നെഹ്റു പരിശ്രമിച്ചിരുന്നു. അദ്ദേഹം 16 വർഷത്തിലേറെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. പരമാധികാരി, സോഷ്യലിസ്റ്റ്, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നീ നിലകളിൽ അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ അടിത്തറയിട്ടു. ആധുനിക ഇന്ത്യയുടെ വാസ്തുശില്പി എന്ന ബഹുമതി അദ്ദേഹത്തിനുണ്ട്. ശിശുദിനം കുട്ടികൾക്ക് സമ്മാനം നൽകുന്നതും അവർക്കായി പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മാത്രമല്ല, രാഷ്ട്ര നിർമ്മാണത്തിൽ അവരുടെ പ്രാധാന്യം മനസ്സിലാക്കാനും ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ചിറകുകൾ തുറന്ന് ഉയരങ്ങൾ പറക്കാനായി കുട്ടികൾക്ക് അവസരം നൽകുന്ന ദിവസമാണിന്ന്. അതിനാൽ ഈ ശിശുദിനം രാജ്യത്തെ ഓരോ കുട്ടിയും തുല്യ അവകാശവും സുരക്ഷയും ഗുണനിലവാരവുമുള്ള വിദ്യാഭ്യാസവും ആസ്വദിക്കുന്നു എന്നുറപ്പാക്കാം. രാജ്യത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വലിയ സ്വപ്നങ്ങൾ കാണാനും അവ സാക്ഷാത്കരിക്കാനും ഉള്ള വഴി തേടാൻ ഈ ദിനം പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെന്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ ശിശുദിനം ആശംസിക്കുന്നു. എല്ലാ വർഷവും ഇന്ത്യ ഒട്ടാകെ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും ആധുനിക ഇന്ത്യയുടെ ശില്പിയും എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിവസമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. സ്നേഹപൂർവ്വം എല്ലാവരും അദ്ദേഹത്തെ ചാച്ചാജി എന്നും ചാച്ചാ നെഹ്റു എന്നും വിളിച്ചിരുന്നു. കുട്ടികൾക്ക് കൂടുതൽ സ്നേഹവും അടുപ്പവും പകരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഈ ദിനം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവിയെ നിർമ്മിക്കുന്ന എന്ന് പറഞ്ഞത് നെഹ്റു ആണ്. കുട്ടികളെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വളരെ ശക്തമായി വാദിച്ചിരുന്ന ഒരാൾ കൂടി ആയിരുന്നു നെഹ്റു. 1964 നെഹ്റുവിൻ്റെ മരണശേഷമാണ് ഇന്ത്യയിൽ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. അറിവിനൊപ്പം നന്മയും മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചാച്ചാജി വിഭാവനം ചെയ്ത ഇന്ത്യയെ കെട്ടിപ്പടുത്തുവാൻ നമുക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് സഹസ്ര വന്ദനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ 14 ശിശുദിനം. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും കുട്ടികളുടെ ഇഷ്ട ചങ്ങാതിയുമായിരുന്ന
ചാച്ചാജിയുടെ ജന്മദിനം എല്ലാ വർഷവും നാം വളരെ ആഘോഷത്തോടെ ആയിരുന്നു ശിശുദിനം കൊണ്ടാടിയിരുന്നത്. എന്നാൽ ഇത്തവണ നമ്മുടെ ഒക്കെ മനസ്സിൽ ചില വിഷമങ്ങൾ ഉണ്ട്. കോവിഡ് ബാധിച്ച നമ്മളിൽ നിന്നും വേർപിരിഞ്ഞവരെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആവട്ടെ ഈ വർഷത്തെ ശിശുദിന ആഘോഷം. 1889 നവംബർ 14 മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപി റാണിയുടെയും മകനായി ജനിച്ച ചാച്ചാജി എന്ന ഓമന പേരുള്ള ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നാം ഓർമ്മിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എത്തുന്ന ഒരു രൂപമുണ്ട്. തൊപ്പി, നീണ്ട ജുബ്ബയും ഒരു ചുവന്ന റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖവുമായുള്ള ഒരാൾ. ഇന്ത്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ അദ്ദേഹം കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ക്ഷേമത്തിനും സ്വാതന്ത്ര്യത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി സംഘടിപ്പിക്കുന്ന ദിനാചരണങ്ങൾ ശിശുദിനം. ആധുനിക ഇന്ത്യയുടെ ശില്പിയ ജവഹർലാൽ നെഹ്റുവിനെയാണ് ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്. ഓരോ ശിശുദിനം കൂടി കടന്നു പോകുമ്പോൾ ചാച്ചാജി എന്ന റോസാപ്പൂ അപ്പൂപ്പനെ നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കൂട്ടുകാർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. സമ്പന്നനായകനും സ്വതന്ത്ര ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയുമായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 രാജ്യമെന്നും ശിശുദിനമായാണ് ആചരിക്കുന്നത്. കുട്ടികൾക്ക് അദ്ദേഹത്തിനോട് വളരെയേറെ സ്നേഹമാണ്. ആ സ്നേഹം കുട്ടികൾക്ക് തിരിച്ച് അദ്ദേഹത്തിനോടുണ്ടായിരുന്നു. അവർ നെഹ്റുവിൻ്റെ സ്നേഹത്തോടെ ചാച്ചാജിയെ വിളിച്ചു. ആധുനിക ഇന്ത്യയുടെ ശില്പിയായാണ് രാജ്യം നെഹ്റുവിനെ ആദരിക്കുന്നത്. ബഹുമാനപ്പെട്ട ടീച്ചർമാരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണല്ലോ. ഈ ദിവസം നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനം ആചരിക്കുന്നു. കാരണം എന്താണെന്നറിയണ്ടേ? ചാച്ചാജിക്ക് കുട്ടികളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്ന സ്നേഹത്തോടെ വിളിച്ചിരുന്നു. രാജ്യത്തിലെ കുട്ടികളുടെ ഭാവിയാണ് രാജ്യത്തിൻ്റെ ഭാവി അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കുട്ടികളുടെ പഠന കാര്യത്തിനും കുട്ടികളുടെ ആരോഗ്യകാര്യത്തിനും കുട്ടികളുമായി ഇടപെടാനും കുട്ടികൾക്ക് വേണ്ടി എഴുതുവന്ന് ഒരേ സമയം കണ്ടെത്തിയിരുന്നു. പലപേരെയും കുട്ടികൾക്കുള്ള ആക്രമണമോ ഇല്ലാത്തൊരു ഇന്ത്യയാണ് അതേ സ്വപ്നം കണ്ടത്. നമുക്ക് ചാച്ചാജിക്ക് വേണ്ടി പഠിച്ചു വളർന്ന് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്. ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കാം നാടാകെ. ശിശുദിനമായി നാം എന്നും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ചുണ്ടിൽ നിറയെ പുഞ്ചിരിയെ, കയ്യിൽ പനിനീർ പൂക്കളുമായി, വാത്സല്യത്തിൽ നിറകുടമായി നിൽപ്പൂ നമ്മുടെ ചാച്ചാജി. ജയ് ജയ് ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. नमस्कार, चलिए चाचा जी के बारे में एक कविता सुनते हैं। नेहरू चाचा हमें दे दिया इतना प्यार। नेहरू चाचा हमें दे दिया इतना प्यार। हम बच्चों का जीवन दारा देख कर हमका लाड दुलार। हम बच्चों का जीवन दारा देख कर हमका लाड दुलार। रखते याद नवंबर 14 बाल दिवस कहलाते हैं। रखते याद नवंबर 14 बाल दिवस कहलाते हैं। हम भारत के नन्हे बालक में भूल न पाएंगे। हम भारत के नन्हे बालक
फलक तुम्हें भूल ना पाएंगे। नेहरू चाचा हमें दे दिया इतना प्यार। नेहरू चाचा हमें दे दिया इतना प्यार। നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ശിശിരമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പൊൻസുദിനം. വെള്ളത്തൊപ്പിയും ജുബയും ഇട്ട് റോസാപ്പൂവും കീശയിൽ വെച്ച് ദാ വരുന്നു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. ചാച്ചാജിയുടെ ജന്മദിനം, കുട്ടികൾക്ക് അത് ശിശുദിനം. ലോകം കണ്ട നേതാവ് ഭാരത മണ്ണിനഭിമാനം. ലോകം കണ്ട നേതാവ് ഭാരത മണ്ണിനഭിമാനം. ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി. ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി. തുപ്പി വെച്ച് നടന്നിട്ടും മുന്നിൽ നിന്ന് പോരാ നയിച്ചിട്ടും മുന്നേറി ഭാരതം അങ്ങനെ മുന്നേറി ഭാരതം അങ്ങനെ മുന്നേറി. കുഞ്ഞുങ്ങൾ തൻ നന്മയ്ക്കായി മാറിപ്പണിന് പൂവും ചൂടി മുന്നിൽ നിന്ന് പോരാടി കുഞ്ഞുങ്ങൾ തൻ ചാച്ചാജി. ലോകം കണ്ടൊരു നേതാവ് ഭാരത മണ്ണിന് അഭിമാനം. ലോകം കണ്ടൊരു നേതാവ് ഭാരത മണ്ണിന് അഭിമാനം. ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി. ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി. എൻ്റെ ശിശുദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. എല്ലാ വർഷവും നവംബർ 14 ഇന്ത്യ ഒട്ടാകെ ശിശുദിനം ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് എല്ലാവരും സ്നേഹപൂർവ്വം ചാച്ച നെഹ്റു എന്ന് വിളിച്ചിരുന്നു. കുട്ടികൾക്ക് കൂടുതൽ സ്നേഹം നൽകേണ്ടതിൻ്റെ, കരുതലും അടുപ്പവും പകരേണ്ടതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവിയെ നിർണയിക്കുക എന്ന് പറഞ്ഞത് നെഹ്റുവാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശക്തമായി വാദിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു നെഹ്റു. 1964 നെഹ്റുവിൻ്റെ മരണശേഷമാണ് ഇന്ത്യയിൽ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 14 സ്കൂളുകളിലും കോളേജുകളിലും സാംസ്കാരിക പരിപാടികളിലും സംഘടിപ്പിക്കാറുണ്ട്. എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. बाल दिवस कविता हिंदी। हम नन्हे मुन्हे में खुशियाँ लाता बाल दिवस, प्यारे चाचा नेहरू की याद दिलाता बाल दिवस। हमको पाता बाल दिवस, मन महकाता बाल दिवस। जन्म दिवस के आज देश को प्यारे लाल जवाहर का आज़ादी की कानून खोता, जिससे जान सुखार का जन जन को प्यारे नेता की याद दिलाता बाल दिवस। हमको पाता बाल दिवस, मन महकाता बाल दिवस।